വിശദമായി നോക്കാം. വിനേഷ് ഫോഗട്ടിന് അയോഗ്യത. വിനേഷ് ഫോഗട്ടിന് അയോഗ്യത. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു. 100 ഗ്രാം കൂടിയതാണ് അയോഗ്യതയ്ക്ക് കാരണം. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെ മെഡൽ നഷ്ടമാകും. രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ഇന്ത്യ ഇന്നേറെ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ച, ആ ദൃശ്യം അതിങ്ങനെയായിരുന്നു. പാരീസ് മണ്ണിൽ ഒരിക്കൽ കൂടി നമ്മുടെ ത്രിവർണ്ണ പതാക ദേശീയ ഗാനത്തിന്റെ അകമ്പടിയോടുകൂടി ഉയരെ പറക്കുന്നത്. പക്ഷേ ആ ദൃശ്യത്തിന്, ആ കാഴ്ചയ്ക്ക് വലിയ തിരിച്ചടി ലഭിക്കുന്നു എന്ന വണ്ണം നമ്മുടെയൊക്കെ പ്രതീക്ഷ, ഇന്ത്യൻ കായിക ലോകത്തിന് തന്നെ പ്രതീക്ഷ അസ്തമിക്കുന്നു എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ വേദന, ഹൃദയഭേദകമായ വേദന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. ഭാരപരിശോധനയിൽ നമ്മുടെ വിനേഷ് പരാജയപ്പെട്ടു എന്നത് ഭവ്യ, രാജ്യത്തിനാകെ നിരാശ നൽകുന്ന വാർത്തയാണ്. കാരണം വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയായിരിക്കുന്നു. അതിന് കാരണം ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. വിനേഷ് ഫോഗട്ട് മത്സരിക്കുന്നത് 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ്. ഇന്ന് ഫൈനൽ മത്സരത്തിന് മുമ്പായുള്ള ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് 100 ഗ്രാം കൂടി. അതാണ് ഇത്തരത്തിൽ അയോഗ്യതയ്ക്ക് കാരണം. ഈ അയോഗ്യത ഇപ്പോൾ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം ടൂർണമെന്റുകളിൽ ഒളിമ്പിക്സ് വേദിയിൽ എല്ലാ മത്സരങ്ങൾക്ക് മുമ്പും സമാനമായ രീതിയിൽ ഭാരപരിശോധന നടക്കാറുണ്ട്. അത്തരത്തിൽ എല്ലാ മത്സരങ്ങൾക്ക് മുമ്പും വിനേഷ് ഫോഗട്ട് ഭാരപരിശോധനയ്ക്ക് വിധേയമാവുകയും 50 കിലോഗ്രാമിന് ഉള്ളിൽ ഭാരം നിലനിർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഫൈനലിന് തൊട്ടു മുമ്പുള്ള ഭാരപരിശോധനയിൽ അത് 50 കിലോയേക്കാൾ കൂടി 100 ഗ്രാം കൂടി എന്നുള്ളതാണ് ഇപ്പോൾ വലിയ തിരിച്ചടിക്ക് ഇടയാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി വിനേഷ് ഫോഗട്ട് നിലവിൽ ഒരു മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. ഫൈനൽ മത്സരം മാത്രമാണ്, സ്വർണ്ണ മെഡലിനായുള്ള പോരാട്ടം മാത്രമാണ് ബാക്കിയുള്ളത്. എങ്കിൽ പോലും വിനേഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കാരണം വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയിരിക്കുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി. അതുകൊണ്ട് തന്നെ വെള്ളി മെഡലിനോ വെങ്കല മെഡലിനോ വിനേഷ് ഫോഗട്ട് അർഹയാകില്ല. അതാണ് നിലവിലെ നിയമം വ്യക്തമാക്കുന്നത്. അതായത് 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഇനി സ്വർണ്ണ മെഡൽ ജേതാവും ഒപ്പം തന്നെ വെങ്കല മെഡൽ ജേതാവും മാത്രമാണ് ഉണ്ടായിരിക്കുക. ഇന്ന് രാത്രി നടക്കേണ്ടിയിരുന്ന മത്സരത്തിൽ വിനേഷ് ഫോഗട്ട് എതിരിടേണ്ടിയിരുന്നത് US-ന്റെ സാറ ആൻ എന്ന് പറയുന്ന താരത്തെയാണ്. അവർ സ്വാഭാവികമായും വിജയായി പ്രഖ്യാപിക്കും. അവർ സ്വർണ്ണ മെഡൽ ജേതാവ് ആയിരിക്കുന്നു. ഒപ്പം തന്നെ വെങ്കല മെഡലിനായുള്ള മത്സരവും നടക്കും. ഏതായാലും വിനേഷ് ഫോഗട്ട് അയോഗ്യയായിരിക്കുന്നു. ഇപ്പോൾ ഈ നടപടിക്കെതിരെ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ നടപടിക്കെതിരെ നേരത്തെ തന്നെ ഇന്ത്യൻ സംഘം എതിർപ്പ് അറിയിച്ചിരുന്നു. വിനേഷ് ഫോഗട്ടിന് ഒരു അവസരം കൂടി നൽകണം, ഭാരപരിശോധനയെ ഒരു തവണ കൂടി നടത്തണം, ഭാരം കുറയ്ക്കാനുള്ള സമയം നൽകണമെന്ന് തുടങ്ങിയ ആവശ്യങ്ങൾ ഇന്ത്യൻ സംഘം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും അതൊന്നും തന്നെ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ഏതായാലും ഔദ്യോഗികമായ പരാതി ഇന്ത്യൻ സംഘം ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ അപ്പീൽ പരിഗണിച്ച് എന്ത് നടപടി എടുക്കുമെന്നുള്ള നിർണായകമാണ്. സാധാരണഗതിയിൽ ഇത്തരം അപ്പീലുകളിൽ അല്ലെങ്കിൽ അപ്പീൽ അംഗീകരിക്കുന്ന പതിവില്ല. അതായത് വിവിധ പരിശോധനകൾക്ക് ശേഷമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി എത്തുന്നത്. മാത്രവുമല്ല, ഈ പരിശോധന എന്ന് പറയുന്നത് 100 ഗ്രാം കൂടി എന്ന് പറയുമ്പോൾ തന്നെ അത് സ്വാഭാവികമായും അയോഗ്യമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ തീരുമാനം, അപ്പീൽ നൽകിയാൽ പോലും ആ തീരുമാനം മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഈ വിഷയം ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗുസ്തിയിൽ ഇത്തവണ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഫൈനൽ വരെ എത്തിയത്. കാരണം 50 കിലോഗ്രാം അവരുടെ വെയിറ്റ് കാറ്റഗറി അല്ല 50 കിലോഗ്രാം. സമീപകാലത്ത് നടന്ന മത്സരങ്ങളിൽ ടോക്കിയോ ഒളിമ്പിക്സിലൊക്കെ തന്നെ വിനേഷ് ഫോഗട്ട് മത്സരിച്ചത് 53 കിലോഗ്രാം കാറ്റഗറിയിലായിരുന്നു. ഇത്തവണ അന്തിം ഫാഗൽ എന്ന് പറയുന്ന താരം ഇന്ത്യയിൽ നിന്ന് 53 കിലോഗ്രാം വിഭാഗത്തിൽ യോഗ്യത നേടുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് വിനേഷ് ഫോഗട്ട് ഭാരം കുറച്ചുകൊണ്ട് 50 കിലോഗ്രാം കാറ്റഗറിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ പോലും കനത്ത വെല്ലുവിളി ആ വിഭാഗത്തിൽ വിനേഷ് ഫോഗട്ട് നേരിടുന്നു. വിനേഷ് ഫോഗട്ട് ഫൈനൽ പോലും എത്തുമെന്ന് പ്രതീക്ഷിച്ച വളരെ വിരളമായിരിക്കും. കാരണം പ്രീ ക്വാർട്ടറിൽ തന്നെ വിനേഷ് ഫോഗട്ട് എതിരിട്ടത് ജപ്പാന്റെ ലോക 1-ാം നമ്പർ താരം, നിലവിലെ ഒളിമ്പിക് മെഡൽ ജേതാവായ താരത്തെയായിരുന്നു. പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് വിനേഷ് ഫോഗട്ട് ഇത്തരത്തിൽ അഭിമാനകരമായ നേട്ടം കൈവരിക്കാൻ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഇത്തരത്തിൽ
ഒളിമ്പിക്സിന് അല്ലെങ്കിൽ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തുന്ന വനിതാ താരം എന്ന നേട്ടത്തിലേക്ക് എത്തുകയും ചെയ്തത്. ഏതായാലും ഭാര പരിശോധന ഈ ഘട്ടത്തിൽ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായി അപ്പീൽ നൽകിയിരിക്കുന്നു. ആ അപ്പീലിൽ ഇനി ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലപാട് എന്ത് എന്നത് നിർണായകമായിരിക്കും. ഒരുപക്ഷെ തീരുമാനം മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ത്യൻ സംഘത്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. വിനേഷ് ഫോഗാട്ടിന്റെ സ്വകാര്യത മാനിക്കണം എന്ന തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. മറിച്ച് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് ഏതായാലും ഇന്ത്യൻ സംഘം കടക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇന്ത്യൻ കോച്ച് അടക്കമുള്ളവർ വ്യക്തമാക്കിയ കാര്യം ഇന്നലെ വൈകിട്ടോടുകൂടി, അതായത് ഇന്നലെ മത്സരത്തിന് ശേഷം വൈകിട്ടോടുകൂടി വിനേഷ് ഫോഗാട്ടിന്റെ ഭാരം ചെറുതായി കൂടിയിരുന്നു. അത് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ എക്സസൈസുകളൊക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ പരിശോധനയിൽ 100 ഗ്രാം കൂടിയത് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നു എന്ന പ്രതികരണമാണ് കോച്ചിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. മറിച്ച് ഔദ്യോഗികമായ ഒരു പ്രതികരണങ്ങളിലേക്ക് ഏതായാലും ഇന്ത്യൻ സംഘം കടക്കുകയും ചെയ്തിട്ടില്ല. ഏതായാലും ഇനി ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലപാട് എന്ത് എന്നുള്ള നിർണായകമായും നിലവിൽ ഏതായാലും അത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നു. വിനേഷ് ഫോഗാട്ട് അയോഗ്യയായിരിക്കുന്നു. ഭവ്യ. തീർച്ചയായും വിനേഷ് ഫോഗട്ടിനുണ്ടായ തിരിച്ചടി വേദനിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു. വിനേഷ് ചാമ്പ്യന്മാരിലെ ചാമ്പ്യനാണ്. വിനേഷ് ഇന്ത്യയുടെ അഭിമാനവും പ്രേരണയുമാണ്. വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാവുന്നതല്ല ഇന്നത്തെ നിരാശയെന്നും പ്രധാനമന്ത്രി എക്സിൽ പ്രതികരിച്ചു. ആർ രാഗേഷ് തുടരുന്നുണ്ട്. രാഗേഷ്, പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം തന്നെ പറയുന്നു, ഒരു തവണ നമുക്കറിയാം, ആ പൊളിറ്റിക്സിലേക്ക് നമ്മൾ കടക്കുന്നില്ലെങ്കിൽ പോലും ഒരു തവണ ഈ ഭരണകൂടമടക്കം മുഖം തിരിച്ചതായിരുന്നു വിനേഷ് ഫോഗട്ടിന് നേരെ. പക്ഷെ അതേ ഭരണകൂടം തന്നെ വിനേഷിന് നേരെ കൈയടിക്കുന്നത് കാണാൻ കാത്തിരുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ അവിടെയാണ് വലിയ തിരിച്ചടി ഉണ്ടായത്. എന്തായാലും ഏറ്റവും പ്രധാനമായി രാജ്യം ഒന്നടങ്കം ഈ ഒരു സ്വർണ്ണ മെഡൽ കാത്തിരുന്നു, സ്വർണ്ണ മെഡൽ ആഗ്രഹിച്ചിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഒരു മത്സരത്തിൽ തോറ്റിട്ടായിരുന്നു അവർ പുറത്തായിരുന്നതെങ്കിൽ ഇത്ര നിരാശ നമുക്കുണ്ടാവുമായിരുന്നില്ല. പക്ഷേ ഈ 100 ഗ്രാം വ്യത്യാസത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ തകരുന്ന മണിക്കൂറുകൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്തെങ്കിലും സാധ്യത ഉണ്ടോ? അതാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാനുണ്ടാവുക. രാകേഷ്, എന്തെങ്കിലും ഒരു സാധ്യത ഈ ഒരു ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നുണ്ടോ നമുക്ക്? അവസാന സാധ്യതയാണ് ഇപ്പോൾ ഏതായാലും ഇന്ത്യ ആരാഞ്ഞിരിക്കുന്നത്. കാരണം ഇതിൽ അവസാന സാധ്യത എന്ന് പറയുന്നത് അപ്പീൽ നൽകുക എന്നുള്ളതാണ്. ആ നടപടികളിലേക്ക് ഏതായാലും ഇന്ത്യ ഇപ്പോൾ കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ ഇന്ത്യ പരാതി നൽകിയിരിക്കുന്നു. സ്വാഭാവികമായും ഇനി ഒളിമ്പിക് കമ്മിറ്റി ഈ വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുന്ന ആശ്രയിച്ചായിരിക്കും വിനേഷ് ഫോഗാട്ടിന് ഫൈനൽ മത്സരം കളിക്കാനാകുമോ ഇല്ലേ എന്നുള്ള തീരുമാനം. ഏതായാലും നിലവിൽ വിനേഷിനെ അയോഗ്യയാക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ഔദ്യോഗികമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അയോഗ്യത ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ വിനേഷ് ഫോഗാട്ടിന് ഫൈനൽ കളിക്കാൻ സാധിക്കില്ല, ഫൈനൽ മത്സരത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല. അതിനു മുമ്പ് ഇന്ന് രാത്രിയാണ് ഫൈനൽ മത്സരം നടക്കേണ്ടിയിരുന്നത്. ഇന്ന് അർദ്ധരാത്രി 12:30 ഇന്ത്യൻ സമയം 12:30 ഫൈനൽ നടക്കേണ്ടിയിരുന്നത്. എന്തെങ്കിലും തീരുമാനം വരികയാണെങ്കിൽ അത് 12:30 മുമ്പായി വരേണ്ടിയിരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ മുൻ കീഴ്വഴക്കങ്ങളൊക്കെ തന്നെ അനുസരിച്ചുകൊണ്ട് ഇത്തരമൊരു അപ്പീൽ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം 50 കിലോഗ്രാം കാറ്റഗറിയിൽ വിനേഷ് ഫോഗാട്ട് മത്സരിക്കുമ്പോൾ 50 കിലോഗ്രാമിനേക്കാൾ കൂടുതൽ ഭാരം വരുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും വിനേഷ് ഫോഗാട്ടിനെ സംബന്ധിച്ച് വ്യക്തിപരമായി വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു. കാരണം എടുത്തു പറയുകയാണെങ്കിൽ ഏറ്റവും നിർഭാഗ്യമുള്ള ഒരു താരം എന്ന് വേണമെങ്കിൽ വിനേഷ് ഫോഗാട്ടിന്റെ കാര്യത്തിൽ വിശേഷിപ്പിക്കാം. കാരണം 2016 സമാനമായ ഒരു രീതിയിലൂടെ അല്ലെങ്കിൽ സമാനമായ സാഹചര്യങ്ങളിലൂടെ വിനേഷ് ഫോഗാട്ട് കടന്നുപോയിരുന്നു. അന്നും മികച്ച പ്രകടനം വിനേഷ് ഫോഗാട്ടിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അന്ന് 48 കിലോഗ്രാം കാറ്റഗറിയിലായിരുന്നു വിനേഷ് ഫോഗാട്ട് മത്സരിച്ചിരുന്നത്. അന്ന് പക്ഷേ വിനേഷ് ഫോഗാട്ടിന് തിരിച്ചടിയായ പ്രധാനപ്പെട്ട കാര്യം പരിക്കായിരുന്നു. ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് വിനേഷ് ഫോഗാട്ട്. ഇത്തരത്തിൽ പരിക്കിനെ തുടർന്ന് പിന്മാറേണ്ടി വന്നത്. പരിക്ക് മാത്രമല്ല, അന്ന് സ്ട്രക്ചറിലാണ് വിനേഷ് ഫോഗാട്ടിനെ പുറത്തു കൊണ്ടുവന്നത്. കാൽമുട്ടിനേറ്റ പരിക്കായിരുന്നു അന്ന് തിരിച്ചടി. അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നല്ല, ഉറപ്പായും ഇന്ത്യക്ക് ലഭിക്കുമായിരുന്ന ഒരു മെഡലായിരുന്നു വിനേഷ് ഫോഗാട്ടിലൂടെ 2016 റിയോ ഒളിമ്പിക്സിൽ. ഇപ്പോൾ 2024 സമാനമായ രീതിയിൽ മികച്ച പ്രകടനം, സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം വിനേഷ് ഫോഗാട്ട് കാഴ്ചവെക്കുമ്പോൾ അത് കൂടുതൽ എന്ന പേരിൽ അല്ലെങ്കിൽ ഭാരം 100 ഗ്രാം വർദ്ധിച്ചതിന്റെ പേരിൽ വിനേഷ് ഫോഗാട്ടിന് അയോഗ്യത വന്നിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച വനിതാ ഗുസ്തി താരം നിർഭാഗ്യം കൊണ്ട് വീണ്ടും വേട്ടയാടപ്പെടുകയാണ്. ഏതായാലും ഈ വിഷയം അടക്കമുള്ളവ പാർലമെന്റിലും ഇന്ന് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമായും പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. കായിക മന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുണ്ട്. ഏതായാലും മൻസുഖ് മാണ്ഡവ്യ ഇന്ന് 3 മണിക്ക് പാർലമെന്റിൽ പ്രസ്താവന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യം ചില ഗൂഢാലോചന ഈ വിഷയത്തിൽ സംശയിക്കുന്നതടക്കമുള്ള
പരാമർശങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയത്തിൽ വിനേഷ് ഫോഗോട്ടിന് അയോഗ്യത വന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അത്തരമൊരു ആരോപണത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യം വിനേഷ് ഫോഗോട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ നിന്നിരുന്ന ഡൽഹിയിൽ നടത്തിയ സമരം അടക്കമായിരുന്നു. അന്ന് ആ സമരത്തോട് ഒട്ടും അനുകൂലമായ നിലപാടല്ല ഗുസ്തി ഫെഡറേഷൻ സ്വീകരിച്ചത്, കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് അന്ന് ഗുസ്തി ഫെഡറേഷന്റെ പ്രസിഡന്റായിരുന്നു. ബ്രിജ്ഭൂഷണെ പുറത്താക്കണം, നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ സമരം. അതിന് അനുകൂലമായ നിലപാട് കായിക മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം വേണം, ചില ഗൂഢാലോചന സംശയിക്കുന്നു എന്ന പ്രതികരണം ഈ ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. ഏതായാലും 3 മണിക്ക് കായിക മന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും വിനേഷ് ഫോഗോട്ട് നിലവിലെ സാഹചര്യത്തിൽ ഫൈനൽ മത്സരം കളിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, വിനേഷ് ഫോഗോട്ടിന് മെഡലും നേടാൻ സാധിക്കില്ല. കാരണം 1ാം സ്ഥാനത്ത് ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഫൈനലിലെത്തിയ US താരം വിജയിയായി പ്രഖ്യാപിക്കും. ഒപ്പം തന്നെ വെങ്കല മെഡലിനായിട്ട് ഒരുപക്ഷെ റെപ്പഷാജ് റൗണ്ടിൽ മത്സരിക്കുന്ന വ്യക്തിയും ഒപ്പം തന്നെ സെമി ഫൈനലിൽ പരാജയപ്പെട്ട താരവും തമ്മിൽ വെങ്കല മെഡലിനായുള്ള പോരാട്ടവും ഉണ്ടാകും. അപ്പോൾ വെള്ളി മെഡൽ ഈ കാറ്റഗറിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഭവ്യ, തീർച്ചയായും 100 ഗ്രാമിൽ ഒരു നാട് മുഴുവൻ, ഒരു രാജ്യം മുഴുവൻ വേദനിക്കുകയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ വേദനയായി വിനേഷ് ഫോഗട്ട്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ മെഡൽ ഉറപ്പിച്ച വിനേഷ് ഫോഗട്ടിന് ഫൈനലിന് തൊട്ടു മുൻപ് നടന്ന ഭാരപരിശോധനയിലാണ് വലിയ തിരിച്ചടി നേരിട്ടത്. വിനേഷ് ഫോഗട്ടിന്റെ പിതാവിന്റെ പ്രതികരണത്തിലേക്ക്. महावीर जी, क्या बताया गया है आपको, क्या कारण दिया गया है, पर्टिकुलर कारण विनेश को डिस्क्वालीफाई करने का? जो सुबह वजन हुआ था उसका जो 150 ग्राम वजन फालतू ज़्यादा रह गया, इसका लोग डिस्क्वालीफाई होकर। तो इस सिचुएशन के अंदर क्या इंडियन साइड ने अपनी तरफ से जो कोचेस थे उन्होंने कुछ कोशिशें की, क्या हुआ? कोई फर्क नहीं पड़ता इससे, कोई फर्क नहीं पड़ता, ये रूल्स के हिसाब से तो ये हो गई, रूल के हिसाब से। इसमें सही गलत की बात नहीं रहती है, मैं समझता हूँ, क्योंकि रूल्स का इसके अंदर पूरा हवाला दिया जा रहा है। बिल्कुल रूल का हवाला। अभी मैं जानता हूँ कि आपके लिए बड़ा मुश्किल क्षण है ये, क्योंकि उस गोल्ड पदक तक इतने नज़दीक पहुँच के डिस्क्वालीफाई होना एक बहुत बड़ा झटका है। आपकी आंखों में आंसू, आप ऑलरेडी इतने परेशान नजर आ रहे हैं। अब क्या आगे के लिए क्या रहेगा रणनीति? बस आगे के लिए जो 28 के ओलंपिक के लिए तैयारी करेंगे, बस 28 के ओलंपिक की तैयारी करेंगी। अच्छा, आप विनेश से अभी, हालांकि चंद मिनट हुए इस खबर को आए, क्या विनेश से बात हो पाई है या किसी से उस खेमे में बात हो पाई है? क्योंकि आप बता रहे थे आपके भतीजे भी गए हैं वहाँ पे ना, जो बेटी संगीता है बजरंग, उससे समाचार मिला था। अच्छा, तो उन्होंने, बजरंग ने और संगीता ने कुछ बताया है आपको कि अभी क्या उनका मानसिक स्थिति है विनेश की, क्या वो अभी किस तरीके से इस खबर से कोप कर रही है? मेडल दो गोल्ड मेडल के नज़दीक और ये घटना घट जाती है तो कोई भी ले क्या बीतती है उसके अंदर। लेकिन सिल्वर से क्या संतुष्टि, अब तो इस बार सिल्वर से ही संतुष्टि रखनी पड़ेगी, ये समझ आ रहा है? नहीं, कोई मेडल नहीं, कोई मेडल नहीं जी। ഇനി മറ്റു വാർത്തകൾ നോക്കാം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ 9ാം നാളിലും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുന്നു. മുണ്ടക്കായ്, സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ തുടങ്ങിയിടങ്ങളിലാണ് തിരച്ചിൽ. വ്യോമസേന ഹെലികോപ്റ്ററിൽ വിവിധ സേനാ വിഭാഗങ്ങളാണ് പരിശോധന നടത്തുന്നത്. മൃതദേഹം കണ്ടുപിടിക്കാൻ വൈദഗ്ധ്യം നേടിയ കെഡാവർ നായകളെയും തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട്. സൂചിപ്പാറ മുതലുള്ള 6 കിലോമീറ്റർ ദൂരത്തിലാണ് പരിശോധന. MG മിഥുന്റെ റിപ്പോർട്ടിലേക്ക്. 9ാം ദിനത്തിലെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. 6 സെക്ടർ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു തെരച്ചിൽ നടക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പുഞ്ചിരിമട്ടം ഭാഗത്താണ്. ഇവിടെ ഈ സേനാവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ, കടാവർ ഡോഗ്സിന്റെ നേതൃത്വത്തിലൊക്കെയാണ് ഈ ഒരു തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് എവിടെയൊക്കെയാണ് ഈ വീട് നിന്നിരുന്നത്, ഒപ്പം തന്നെ എങ്ങനെയായിരുന്നു ഈ പ്രദേശം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത്, എവിടെയൊക്കെയാണ് വീടുകൾ ഉണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു, എത്രത്തോളം ആളുകൾ ഇവിടെ താമസിച്ചിരുന്നു, ഒപ്പം തന്നെ ഈ എസ്റ്റേറ്റ് ലയങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന റിസോർട്ടുകൾ ഉണ്ടായിരുന്നു, ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു, അതൊക്കെ കുറിച്ചൊക്കെ ഇവർ പറയുന്നതനുസരിച്ച് ആ ഭാഗത്ത് സെർച്ച് ചെയ്യുക എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകുകയും ചെയ്തിരിക്കുന്നത്. കടാവർ ഡോഗ്സിന്റെ സഹായത്തോടു കൂടി പല ഹോട്ട്സ്പോട്ടുകളും ഈ മേഖലകളിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഹിറ്റാച്ചികളും ഒപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നീക്കം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇന്ന് പ്രധാനമായിട്ടും ഉള്ളത്. കൂടാതെ തന്നെ മുണ്ടക്കൈ പ്രദേശത്തും സമാനമായ രീതിയിലുള്ള തെരച്ചിലുകൾ പുരോഗമിക്കുന്നുണ്ട്. കൂടാതെ ഈ പറയുന്ന ചൂരൽമലയിലും കൂടാതെ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ
ഇന്ന് തെരച്ചിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇതുവരെയും തെരച്ചിൽ നടത്താനാകാത്ത ചില പ്രദേശങ്ങളുണ്ട്. സൺറൈസ് വാലി അടക്കമുള്ള പ്രദേശങ്ങൾ, അതേ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് താഴേക്കുള്ള മറുവശത്തേക്കുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ ഇതുവരെയും ആർക്കും എത്തിപ്പെടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഈ എന്തെങ്കിലും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനോ ഇതുവരെയും സാധിച്ചിട്ടില്ലായിരുന്നു. അവിടെ ഇന്നലെയും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് വിദഗ്ധ സംഘം അവിടേക്ക് എത്തി പരിശോധനകൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇന്ന് വീണ്ടും ഈ സംഘങ്ങൾ അവിടെ പരിശോധനയ്ക്കായി എത്തുന്നത്. എന്തായാലും വിപുലമായ ഒരു തെരച്ചിൽ 9ാം ദിനം നടക്കുന്നു. കാരണം ഇന്ന് ഇതുവരെയും ഈ പറയുന്ന മൃതദേഹങ്ങളോ അല്ലെങ്കിൽ മറ്റ് ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനിയുള്ള സമയം, കാരണം 9 ദിവസമാകുന്നു, ഇത്രത്തോളം ആകുമ്പോൾ മണ്ണിനടിയിലേക്ക് ഈ പറയുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ ലയിച്ചു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവ ഏതെങ്കിലും ഒന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ കണക്ക് കൂട്ടുന്നത്. ഈ സർക്കാർ കണക്ക് പ്രകാരം 152ഓളം പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും നമുക്ക് ഈ പ്രദേശവാസികളൊക്കെ പറയുന്ന പോലെ തന്നെ കൂടുതൽ പേരുണ്ടായിരുന്നു. ഇതിനു മുകളിൽ കാണാതായവരുടെ എണ്ണം ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. കാരണം എസ്റ്റേറ്റ് തൊഴിലാളികളുണ്ടായിരുന്നു, എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിച്ചിരുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു, പുറത്തുനിന്ന് വന്ന് താമസിച്ചിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ ആരൊക്കെയാണെന്നോ ഇവരുടെ പേരുവിവരങ്ങളോ എന്നൊന്നും തന്നെ ഇതുവരെയും സർക്കാരിന് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ഈ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ എത്രത്തോളം പേര് ഉണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പരിശോധിച്ചു വരികയാണ്. അതിനുവേണ്ടി ഏറ്റവും പ്രധാനമായും അവർ ആശ്രയിക്കുന്നത് ഈ പ്രദേശവാസികളെ തന്നെയാണ്, ഇവിടെ താമസിച്ചിരുന്ന ആളുകളെ തന്നെയാണ്. അവരൊക്കെ തന്നെ നിലവിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ഒപ്പം തന്നെ ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലുമൊക്കെയാണ് കഴിയുന്നത്. പക്ഷേ അവരിൽ തയ്യാറാകുന്നവർ, കാരണം ഈ ഒരു ദുരന്തം ഉൾക്കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നവരുണ്ട്. അവർ ഇങ്ങോട്ട് പറയുന്നതനുസരിച്ച് മാത്രമേ അവരെ പ്രേരിപ്പിച്ചുകൊണ്ടല്ല, അവരെ കൂടുതൽ നിർബന്ധിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം ഇപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് അവർ പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടില്ല. ആ ഒരു നൊമ്പരം ഇതുവരെയും അവരുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. ഒരു മരവിച്ച മനസ്സുമായി കഴിയുന്ന ആ ഒരു ജനതയാണ്. അതുകൊണ്ട് തന്നെ അതിൽ പറയാൻ കഴിയുന്നവർ അവരിവിടേക്ക് എത്തുന്നുണ്ട്. അവരൊക്കെ തന്നെ കാണിച്ചു കൊടുക്കുന്നതനുസരിച്ച് എവിടെയായിരുന്നു വീടുകളിൽ നിന്നിരുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് ആ പ്രദേശങ്ങളിൽ കൃത്യമായി പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സേനാ വിഭാഗങ്ങളുണ്ട്, ഒപ്പം തന്നെ ഫയർഫോഴ്സ് ടീമുണ്ട്, NDRFിൻ്റെ സംഘമുണ്ട്. ഈ മേഖലകളിലെല്ലാം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകരുണ്ട്. അവരെല്ലാം തന്നെ ഒത്തൊരുമയോടെ ഈ ഒരു പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇനിയും ഈ തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് മന്ത്രിമാരായ AK ശശീന്ദ്രൻ, ഒപ്പം തന്നെ K രാജൻ ഉൾപ്പെടെയുള്ള പ്രതിനിധികളുമായി വൈകിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. സേനാ മേധാവികളുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനുശേഷം ഇനി എങ്ങനെയാണ് ഈ തെരച്ചിൽ നടക്കേണ്ടത്, ഏത് തരത്തിലാണ് തെരച്ചിൽ മുന്നോട്ട് പോകേണ്ടത്, ഏതൊക്കെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇനി ഈ തെരച്ചിൽ പുരോഗമിക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തമായ പ്ലാനിംഗ് ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദുരന്ത മേഖലയിൽ തെർമൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 11 സിഗ്നലുകൾ ലഭിച്ചു. വെള്ളാർമല ഭാഗത്ത് 12 അടി താഴ്ചയിലാണ് സിഗ്നലുകൾ ലഭിച്ചത്. ഈ ഭാഗങ്ങളിൽ ലോങ് ബൂം ഹിറ്റാച്ചുകൾ ഉപയോഗിച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പരിശോധന നടത്തുകയാണ്. തെരച്ചിൽ ഇപ്പോൾ വ്യാപകമായി തുടരുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളാർമല എന്ന പ്രദേശത്താണ്. ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തെർമൽ ഡിറ്റക്ടർ അനുസരിച്ച് ഒരു 11ഓളം സിഗ്നൽ ലഭിച്ചിരുന്നു. ആ 11 സിഗ്നൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ലോങ് ബൂം ഹിറ്റാച്ചികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മൃതദേഹമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളാണോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നടപടി ഇപ്പോൾ ചെയ്യുന്നത്. ഒരേ സമയം 11 ഈ പരിശോധന പുരോഗമിക്കുകയാണ്. ഇതിൽ 12 അടിയോളം താഴ്ചയിലാണ് ഈ തെർമൽ ഡിറ്റക്ടറിൽ ഈ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അത്രയും താഴ്ചയിലേക്ക് ഈ കുഴി കുഴിച്ച് വേണം അവിടേക്ക് പോകാൻ. ഇതിനെക്കുറിച്ച് നമുക്ക് ഇതിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരോട് നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. കാരണം എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം ഒക്കെ കാര്യങ്ങൾ ചോദിക്കാം. ഒപ്പം തന്നെ ഡിഫൻസ് അക്കാദമിയുടെ മേധാവി കൂടിയാണല്ലേ, എങ്ങനെയാണ് സിവിൽ ഡിഫൻസ് അക്കാദമിയുടെ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നത്? ഓക്കെ, നമ്മളിന്ന് 507 പേരാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ആൻഡ് സിവിൽ ഡിഫൻസ് ടീം ഇവിടെ വർക്ക് ചെയ്യുന്ന അറ്റ് എ ടൈം. അപ്പൊ അത് 10ാം ദിവസമാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇപ്പൊ ഈ ഏരിയ നമ്മള് പുഞ്ചിരിമഠത്തുനിന്ന് ലാൻഡ് സ്ലൈഡ് മുണ്ടക്കി തുടങ്ങിയിട്ട് താഴേട്ട് ഈ പാറക്കല്ലെല്ലാം പൊട്ടി വീണ സ്ഥലം, അതുപോലെ പുഴയുടെ ഗതി മാറി ഒഴുകിയ സ്ഥലമാണ്. ഇപ്പൊ ഒരു ഗ്രൗണ്ട് ആയിരുന്നത്, ഗതി മാറി ഇപ്പം ഗ്രൗണ്ടായി വെള്ളമായി മാറി. അപ്പൊ ഈ ഏരിയയിൽ നമ്മൾ ചെയ്യുന്നത്
കംപ്ലീറ്റ് ഈ ഏരിയ എലിമിനേറ്റ് ചെയ്യണം. കാരണം ഇവിടെ സെർച്ച് നടത്തിയിട്ട് മാക്സിമം അറ്റ് എ ടൈം 11 JCB ചെറിയ എർത്തുംബേഴ്സും 2 വലിയ ഭൂമുള്ള ഹിറ്റാച്ചികളും വർക്ക് ചെയ്യണം അറ്റ് എ ടൈം. ഓരോന്നിനും 10 പേരേജ് ഭരണ ടീമിന് സിവിൽ ഡിഫൻസ് ടീമിന് 10 പേരേജ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ബോഡി പാർട്സോ കണ്ടാൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആൾക്കാരുടെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ഈ ഒരു കാര്യമുണ്ട്, സിഗ്നൽ നോക്കി മാത്രമല്ല നമ്മൾ സെർച്ച് ചെയ്യണം. ആക്ച്വലി ഇന്നലെ സിഗ്നൽ കിട്ടി പല സ്ഥലത്തും, അത് 1-2 സ്ഥലത്ത് നമ്മൾ നോക്കിയിട്ട് അവിടെ കിട്ടിയില്ല. നോർമലി ഈ ലാൻഡ്സൈഡ് ഏരിയയിൽ റഡാർ സിഗ്നൽ കാര്യമായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോഗിന്റെ സ്ക്വാഡിനും കാര്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. സർഫസിന് അകത്തുള്ള കാഷ്വാലിറ്റി ആകുമ്പോൾ ഡെപ്തിലേക്ക് പോകും. കാരണം 10-20 അടി താഴെയാണ് ഈ പലപ്പോഴും ഈ ബോഡി കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവൽ സെർച്ചാണ്. അതുകൊണ്ട് അത്രയും ഈ ഏരിയ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കും. നമ്മൾ പല സ്ഥലത്തും പലർക്കും മിസ്റ്റേക്ക് വരുന്നത് ആ നാട്ടുകാർ പറയുന്ന സ്ഥലത്ത് നോക്കും, അവിടെ നോക്കി ഇവിടെ നോക്കുന്ന പറയും, സിഗ്നൽ കാണിക്കും, ഡ്രോൺ കാണിക്കും, അവിടെ നോക്കാൻ പറയും. പക്ഷെ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ടൈം വേസ്റ്റ് ആവും. നമ്മൾ അങ്ങനെ നോക്കാതെ ആ ഏരിയ മൊത്തം ക്ലിയർ ചെയ്യുക. പിന്നെ അവർ നോക്കാൻ അവർ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ഏരിയ നമുക്ക് ചാൻസ് ഉള്ള മേളിൽ നിന്ന് താഴെ അറ്റം വരെ നമ്മൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഈ ഏരിയ മൊത്തം ക്ലിയർ ചെയ്താൽ ഒന്നുകിൽ നമുക്ക് ബോഡി കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഒന്നും ഇല്ലാന്ന് നമുക്ക് നാട്ടുകാരോട് പറയാൻ പറ്റും. 100% ഉറപ്പിക്കാൻ പറ്റും. അതാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സെർച്ച് ഒരിക്കലും വഴിതെറ്റിപ്പോകാൻ പാടില്ല. അപ്പൊ കർണാടകയിലൊക്കെ ഇടയ്ക്ക് ഒരു പ്രശ്നം, അവര് പലരും പറഞ്ഞ സ്ഥലത്തൊക്കെ നോക്കി. പറഞ്ഞ സ്ഥലം നമുക്ക് നോക്കാം, പക്ഷെ അത് മാത്രമല്ല എല്ലാം നോക്കണം. കാരണം ഇത്രയും ബോഡി ഇവിടുന്ന് തന്നെ 40 കിലോന് അപ്പുറം വരെ ബോഡി ഒലിച്ചു പോയതാ. അപ്പൊ ഈ ഏരിയയിൽ എവിടെ വേണേലും വരാം. അപ്പൊ ഇതിന്റെ ഭൂപ്രകൃതി തന്നെ മാറിയിരിക്കുകയാണ്. ഇവിടെ ഗ്രൗണ്ട് ആണെന്ന് പറഞ്ഞല്ലോ, അപ്പൊ സ്വാഭാവികമായും ഇവിടേക്ക് ഈ പറയുന്ന ബോഡി ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി കണക്കാക്കാം അല്ലേ? നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. മേ ബി ചിലപ്പോൾ ഇവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വന്നിട്ട് ഈ ഏരിയയിൽ എവിടെങ്കിലും അടിഞ്ഞു നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ടാവാം. മേ ബി ഉണ്ടാവാൻ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു പ്രശ്നം പറഞ്ഞാൽ ഈ വെള്ളത്തിൽ കിടക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങളൊക്കെ, വെള്ളം മണം ഈ മണ്ണിലാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. കുറെയൊക്കെ ബോഡി ഇൻടാക്ട് 10 ദിവസം കഴിഞ്ഞാലും മണ്ണിൽ നിന്ന് കിട്ടിയ ബോഡിക്ക് അതേപോലെ കിട്ടും. പക്ഷെ വെള്ളത്തിലാകുമ്പോൾ അത് പാർട്സ് ആയിട്ട് പോകും. അതാണ് പ്രശ്നം. വെള്ളത്തിൽ 3 ദിവസം കൂടുതൽ കിടന്നു കഴിഞ്ഞാൽ അത് ഡീക്കേ ആയി പോകും. അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ പാർട്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ ഈ തെർമൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോകുമ്പോൾ ഈ ഒരു സിഗ്നൽ ലഭിക്കില്ലേ, അത് കൃത്യമായി തന്നെ ഈ ബോഡിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുക്കളാണോ? അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതായത് ഒരു ചിക്കന്റെ പാർട്ട് കിട്ടിയിരുന്നു, ചിക്കൻ ഒരു കവറിൽ പൊതിഞ്ഞു വെച്ചിരുന്നതാണ്, അത് ഏതെങ്കിലും വീട്ടിലുണ്ടായിരുന്നായിരിക്കാം. അങ്ങനെ അതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? അങ്ങനെ ഇല്ലില്ല, അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. ഹ്യൂമൻ ബോഡി അങ്ങനെ തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ തിരിച്ചറിയാൻ പറഞ്ഞാൽ വെള്ളം മാത്രമാണെങ്കിൽ, വാട്ടർ മാത്രമാണെങ്കിൽ സോണാർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇമേജ് പോലെ കിട്ടും. സൗണ്ടിന്റെ അൾട്രാസൗണ്ട് ടെക്നോളജി വെച്ചിട്ട് ഇമേജ്. പക്ഷേ ഈ ചെളിയും വെള്ളമുള്ള സമയത്ത് അങ്ങനെ ഈ റഡാറൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ കാരണം അവിടെ ഡിറ്റക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സോയിലാണെങ്കിൽ ഇത് ഈ സിഗ്നൽ റഡാറിന്റെ സിഗ്നൽ താഴേക്ക് പോവില്ല. അത് സിഗ്നൽ താഴെ ഒരു 10-20 അടി താഴെ എത്തിയിട്ട് അതിന് റിഫ്ലക്ഷൻ വന്ന് മേളിൽ വന്ന് റിസീവ് ചെയ്തെങ്കിലേ നമുക്ക് ആ ഇമേജ് കിട്ടുള്ളൂ. പക്ഷെ ഇത് താഴേക്ക് പോവില്ല. ഈ പറഞ്ഞ ചെളിയും മണ്ണുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലത്ത് താഴേക്ക് പോകാത്തതുകൊണ്ടാണ് ഇമേജ് കൃത്യമായിട്ട് കിട്ടാത്തത്. അപ്പൊ അവർ വേറെ എന്തെങ്കിലും ഇമേജ് ആയിരിക്കും തരുന്നത്. ചിലപ്പോൾ അത്രയും താഴെയുള്ള ആയിരിക്കില്ല. ചിലപ്പം 20 അടിക്ക് വരെ 2-3 അടി താഴെയുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് പ്രയോജനം കിട്ടാറില്ല എന്നുള്ളതാണ്. ഇതിപ്പോ ഡിറ്റക്ട് ചെയ്തേക്കുന്ന എത്ര അടി താഴ്ചയിലെന്നാ ഡിറ്റക്ട് ചെയ്ത് ഇന്നലെ എത്ര അടി നമുക്ക് പറയാം, 2 മീറ്റർ 4 മീറ്റർ കിട്ടും. പക്ഷെ അത് ആ സമയത്ത് ബോഡി ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഹ്യൂമൻ ബോഡി ഐഡന്റിഫൈ ചെയ്യുന്ന സംഭവം അല്ലത് എന്നുള്ളതാണ്. നമുക്ക് ഈ തെർമൽ ഇമേജിംഗ് പറഞ്ഞാൽ നമുക്ക് ഈ ഹ്യൂമൻ ബ്രീത്തിങ് അല്ലെങ്കിൽ ഹ്യൂമൻ മൂവ്മെന്റ് ഐഡന്റിഫൈ ചെയ്യുന്ന ജീവൻ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ തെർമൽ ഇമേജിംഗ് ടെക്നോളജി ഒക്കെ ഉണ്ട്. പക്ഷെ ജീവനുള്ള കേസ് ഇവിടെ നോർമലി ഇപ്പം കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. പിന്നെ വരുന്ന റഡാർ ടെക്നോളജി വരുന്നത് ഭൂമിക്കടിയിലുള്ള വസ്തുക്കളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബോഡി തന്നെ ആവണമെന്നില്ല. വേറെ എന്തെങ്കിലും ചിലപ്പം വന്നാലും സിഗ്നൽ വരും. ചിലപ്പോൾ സിഗ്നൽ താഴെ എത്തി കിട്ടണമെന്നില്ല, തെറ്റായ സിഗ്നലും കിട്ടും. എന്തായാലും നമുക്കൊന്ന് ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും 100% ഉറപ്പിച്ച് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 11 സിഗ്നലാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 11 12 അടിയോളം താഴ്ചയിലാണ് കുഴിച്ചു നോക്കുന്നത്. അതിന്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 വയനാട്. വയനാട് ദുരന്തം പാർലമെന്റിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, ധനസഹായം പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. Thank you for permitting me to raise this issue of the tragedy in Wayanad. I think a huge tragedy, sir. And it's a very concentrated tragedy located in one very specific area. So I would urge the Union government to support a comprehensive rehabilitation package for Wayanad, including for building disaster-resilient infrastructure and to help the affected communities. I would also like to urge the Union government to enhance the compensation that people are getting. And finally, I would also like to urge the government to declare the Wayanad landslides
as a national disaster. And I'd like to also thank the entire House for the support that everybody has given to the people of Wayanad. Thank you. വയനാട്ടിലെ ദുരന്തബാധിത മേഖലയിൽ സേനാ വിഭാഗങ്ങളുടെ സേവനം തുടരുന്ന കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെന്ന് മന്ത്രിസഭായോഗം. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ തന്നെ തുടരും. പുനരധിവാസ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും വാടക കെട്ടിടങ്ങളിലേക്ക് ദുരിതബാധിതരെ മാറ്റാനും തീരുമാനമായി. വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരോട് മുൻ പണമിടപാടിന്റെ പേരിൽ ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ പണം തിരിച്ചടയ്ക്കാൻ ഈ ഘട്ടത്തിൽ നിർബന്ധിക്കുന്നത് അപലപനീയവും മനുഷ്യത്വരഹിതവുമാണെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു. ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റുമായി സർക്കാർ പ്രതിനിധികൾ സംസാരിക്കും. തുടർന്നും ദ്രുതഗതിയിൽ ഇത്തരം നിലപാട് സ്വകാര്യ ധനകാര്യ മാനേജ്മെന്റുകൾ തുടർന്നാൽ സംസ്ഥാന സർക്കാർ അതിനെ നേരിടുമെന്നും മന്ത്രി പ്രതികരിച്ചു. ഉരുളിന്റെ രൂപത്തിൽ വിധി കവർന്ന നീതുവിനെക്കുറിച്ച് ഭർത്താവ് ജോജോ 9ാം ദിവസം ഞങ്ങളോട് മനസ്സ് തുറന്നു. പ്രാണരക്ഷാർത്ഥം വീട്ടിലേക്ക് ഓടിയെത്തിയ അയൽവാസികളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായെങ്കിലും നീതു മാത്രം പിടിവിട്ട് കുത്തൊഴുക്കിൽ ഒലിച്ചുപോവുകയായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം ചാലിയാറിൽ നിന്ന് കണ്ടെടുത്ത നീതുവിന്റെ മൃതദേഹം ആഭരണങ്ങൾ കണ്ടാണ് തിരിച്ചറിഞ്ഞതെന്നും ഭർത്താവ് ജോജോ ഇടറിക്കൊണ്ട് ന്യൂസ് 18നോട് പ്രതികരിച്ചു. നീതു നിലവിളിച്ചുകൊണ്ട് അവസാനമായി സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച മിംസ് ആശുപത്രിയിലെ ഡോക്ടർ ഷാനവാസ് കള്ളിവയലും നടുക്കുന്നോർമ്മകളിൽ നിന്ന് ഇപ്പോഴും മുക്തനായിട്ടില്ല. എല്ലാരും കുറെ പേരൊക്കെ ഇവിടെ എത്തിച്ചു. ഇനി അറിയില്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഇനി പൊട്ടിയാൽ ഞങ്ങളൊക്കെ പോകും. സ്ഥലം എവിടെയാ നിങ്ങള്? ചൂടമല ഹൈസ്കൂളോട്. ഇപ്പൊ നിങ്ങളെല്ലാരും എവിടെയാ ഉള്ളത്? ഇപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. പക്ഷെ അകത്തൊക്കെ വെള്ളമാണ്. താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു എന്ന് ഞങ്ങൾക്കറിയില്ല. പറ്റാതെ വെള്ളമായിരുന്നു. കേരളത്തെ ഞെട്ടിച്ച വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വാർത്ത പുറംലോകത്തെ അറിയിച്ച ഒരു ശബ്ദ സന്ദേശം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ലോകത്തിന് മുഴുവൻ വേദനയായി വൈറലായി മാറിയിരിക്കുകയാണ്. നീതു ജോജോ എന്ന മൂപ്പൻസ് ഹോസ്പിറ്റലിലെ എക്സിക്യൂട്ടീവിന്റെ ആ ശബ്ദ സന്ദേശം അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാതിരുന്നതിന്റെ വേദന അതൊക്കെ രക്ഷാപ്രവർത്തകരും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദുഃഖത്തിന്റെ ആഘാതം പേറുന്ന വേദന ഉള്ളിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണാൻ നീതുവിന്റെ ഭർത്താവ് ജോജോയും അവരുടെ ബന്ധുക്കളും മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ജോജോ എന്നോടൊപ്പം ചേരുന്നു. ജോജോ, വളരെ വൈകാരികമായ ഒരു സാഹചര്യമാണ്. നിങ്ങളോട് ഇങ്ങനെ ചോദിക്കേണ്ടി വരുന്നതിൽ ഞങ്ങൾക്കും വിഷമമുണ്ട്. നിങ്ങൾ 38 പേരെ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ എന്തായിരുന്നു അപ്പോൾ സംഭവിച്ചത്? അത് ഏകദേശം രാത്രി ഒരു 12:30 കൂടിയിട്ടാണ് മഴ കൂടിയിട്ട് നമ്മളിങ്ങനെ എല്ലാവരെയും വിളിച്ചറിയിക്കുന്നത്. അത് കഴിഞ്ഞൊരു 1:15-1:30 ആയപ്പോൾ ആദ്യത്തെ ഇത് വന്നു. നമ്മളുടെ പുറകുവശത്തുള്ള വീടുകളൊക്കെ ഏകദേശം പോയി. അപ്പോൾ ആ വീട്ടിലുള്ള ഏകദേശം നമ്മുടെ വീട്ടിലുള്ള 5 പേരടക്കം ഏകദേശം 30-ലധികം ആൾക്കാർ നമ്മളുടെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ രണ്ടാമത് ഇങ്ങനെ ഒരു വരവ് വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ലാതെ നേരം വെളുക്കാൻ വേണ്ടിയിട്ട് ഒരു വെളിച്ചമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഇരിപ്പിലാണ്. ഒരു 4 മണി കഴിഞ്ഞപ്പോൾ എല്ലാം കൂടി പോയതും എല്ലാവരും പല മുറികളിലേക്ക് ഒഴുകിപ്പോയി. അപ്പോൾ ആ കൂട്ടത്തിൽ കഴിഞ്ഞ് നേരം വെളുത്ത് ഒരു 5:30 വെളിച്ചം വന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മളുടെ കൂടെയുള്ള ഇങ്ങനെ 5 പേര്, ഈ 30-ലൊരു 5 പേര് മിസ്സായ കാര്യം അറിയുന്നത്. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞ് തിരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ മഴ വന്നു, തിരിച്ചു വന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ല. അല്ല, നിങ്ങൾ 30 പേരെ രക്ഷിച്ച മുകളിലേക്ക് ഒരു ഉയർന്ന ഭാഗത്തേക്ക് കയറ്റി നിർത്തിയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തകരൊക്കെ ഞങ്ങളോട് പറയുന്നത്. 30 പേര് ആദ്യം നമ്മളുടെ വീട്ടിലുണ്ടായിരുന്നു. നമ്മളുടെ വീട്ടിലുള്ളവരടക്കം വേറെ വീടുകളിൽ നിന്ന് കയറി വന്ന 30 പേരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ തൊട്ടടുത്തുള്ള വേറൊരു വീടിന്റെ മുകളിലേക്ക്, ടെറസിന്റെ മുകളിലേക്ക് എല്ലാവരെയും കൂടി കയറ്റിയിരുത്തിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ കയറ്റിയിരുത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ നമ്മളുടെ വീട്ടിലുണ്ടായിരുന്ന 30 പേരിൽ 5 പേര് അതിന് തൊട്ട് മുമ്പുള്ള ഈ ഫ്ലോയിൽ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞത്. നീതു എവിടെയായിരുന്നു നിന്നതെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു അപ്പോൾ അല്ലേ? ഇല്ല, നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുകയാണ്. ഒരു 4 മണിയൊക്കെ നേരം വെളുക്കാൻ വേണ്ടി, ഒരു വെളിച്ചം വീഴാൻ വേണ്ടി നേരം വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിക്കുന്ന ഇരുത്തത്തിലാണ് ഇങ്ങനെ. അപ്പോൾ പിന്നീട് വലിയ ബഹളവും ഒച്ചയൊക്കെ കേട്ടു. അപ്പോൾ പിന്നെ ആ സൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇരുന്നോടത്തുനിന്ന് കാല് പൊങ്ങാത്ത രീതിയിലുള്ള ശബ്ദത്തിലാണ് ഈ പാറയും കല്ലൊക്കെ കൂടി വരുന്നത്. അപ്പോൾ അത് ശബ്ദം മാത്രമേ ഉള്ളൂ, ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ പലരും പല റൂമുകളിലേക്ക് പോയി. കൂടുള്ളവർ ഒഴുകി പോകുന്നുണ്ടോ അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും കല്ല. കൊച്ചു കയ്യിലുണ്ടായിരുന്നു, കൊച്ചിനെ പിടിച്ച് സേവ് ചെയ്തു. പപ്പയുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കട്ടിലുകളും ബെഡും സോഫ സെറ്റിയൊക്കെ പൊന്തിയ സമയത്ത് അതിലൊക്കെ കയറ്റിയിരുത്തി.
അപ്പോൾ വീടിൻ്റെ പകുതി പോയി, ബാക്ക് ഭാഗമൊക്കെ ഇങ്ങനെ ഒഴുകി പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇരുന്നോടത്തുനിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു വെളിച്ചം വരുന്നത്. ആ വെളിച്ചം വന്നു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ മിസ്സായിട്ടുണ്ടെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അറിയുന്നത്. കുഞ്ഞിപ്പോട് എവിടെയാണ്? നിങ്ങളുടെ കൂടെ വീട്ടിലുണ്ട്. അവനെ അറിഞ്ഞോ? എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിച്ചിട്ട്? ഇടയ്ക്കൊക്കെ ചോദിക്കും. വേറെ എങ്ങനെ ഇപ്പോൾ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? അപ്പോൾ കസിന്റെ വീട്ടിലാണ്, പപ്പേന്റെ കസിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീട്ടിൽ ഇരുന്ന സ്ഥലത്തേക്ക് പിന്നെ പോയിരുന്നോ? ഇല്ല, ഞാൻ ബോഡി കിട്ടിയ ദിവസം പള്ളിയിലേക്ക് പോയി, പിന്നെ പോയിട്ടില്ല. നിങ്ങൾ തിരിച്ചറിഞ്ഞത് നീതു തന്നെയാണ് എന്ന് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞത്? ജോജോ തന്നെയായിരുന്നു ഐഡന്റിഫൈ ചെയ്തത് അതോ? അല്ല, അവരുടെ ബ്രദറും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, കസിൻസൊക്കെ ഉണ്ടായിരുന്നു. ഓർണമെന്റ്സിന്റെ ഇതൊക്കെ വെച്ചിട്ടാണ് അറിഞ്ഞത്. 5 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. ഏറ്റവും വേദനപ്പെടുത്തുന്ന കാര്യം, നീതു അവസാനമായി സംസാരിച്ചത്, പുറം ലോകത്തോട് സംസാരിച്ചത് മൂപ്പൻസ് ആശുപത്രിയുടെ ചുമതലയിലുള്ള ഡോക്ടർ ഷാനവാസ് കൈലുമായിട്ടാണ്. അദ്ദേഹവുമായി നീതു സംസാരിക്കുന്ന ശബ്ദമായിരുന്നു പുറം ലോകത്ത് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. മരണഭയം നിറയുന്ന വാക്കുകൾ, അതാണ് ഞങ്ങൾ എല്ലാവരും കേട്ടത്. ഏറെ വേദനപ്പെടുത്തുന്ന ഒരു ശബ്ദം. എന്താണ് നീതു അങ്ങനെ പെട്ടെന്ന് രാത്രി പുലർച്ചെ 1:30 താങ്കളെ ഫോണിൽ വിളിക്കുന്നത്? എന്തായിരുന്നു നിങ്ങൾക്കത് കേട്ടപ്പോഴുണ്ടായൊരു ഫീൽ എന്തായിരുന്നു? അന്ന് 29-ാം തീയതി ഉച്ചയ്ക്ക് കഴിഞ്ഞ ശേഷം തന്നെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ആ ഭാഗത്ത് ഈ പുത്തുമല പൊട്ടിയത് ഏകദേശം ഓഗസ്റ്റ് 8-നാണ്. ഞങ്ങളുടെ തന്നെ ഒരു സംസാരം ഉണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും സംഭവിക്കുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി കിടക്കുമ്പോൾ ഒരു പാതി ഉറക്കത്തില്ല. കാരണം ഞാൻ കൽപ്പറ്റയിലാണ് താമസിക്കുന്നത്, അവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോള് 1:30 വന്നപ്പോൾ തന്നെ ഫസ്റ്റ് റിങ് തന്നെ എനിക്ക് എടുക്കാൻ സാധിച്ചു. മറുതലക്ക് നീതു സഹായം, അതായത് നിലവിളിയായിരുന്നു. ഉടനെ വണ്ടി പറഞ്ഞയക്കണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. നീതുവിനെ ഞാൻ ആശ്വസിപ്പിച്ചു. ഞങ്ങൾക്ക് മാക്സിമം പോയ 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വണ്ടി അവിടെ എത്തിയിരിക്കും എന്നുള്ള പ്രോമിസ് കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്തത്. അധികം ബാറ്ററി ചെലവാക്കണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക. അവിടെ എനിക്ക് ബഹളം കേൾക്കാൻ പറ്റും, മറ്റുള്ള കൂടുതൽ ആൾക്കാരൊക്കെ ബഹളം കേൾക്കാൻ പറ്റും. ചോദിച്ചു ബാക്കി ജോജോ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജോജോ ബാക്കി നൈബേഴ്സ് എല്ലാം ഉണ്ട്, അവരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട്. വെപ്രാളായതുകൊണ്ട് കൂടുതൽ സംസാരിച്ചില്ല. അതിനുശേഷം ഞാൻ പോലീസ് സ്റ്റേഷൻ മേപ്പാടി വിളിച്ചു. അവിടെ ബിസിയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇറ്റ്സ് മാസീവ്, സംതിങ് എല്ലാവരും അറിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോൾ അവർക്ക് അതിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ടില്ല. 100-ൽ വിളിച്ചു, അവിടെയും കൺട്രോൾ റൂം ട്രിവാൻഡ്രത്ത് സംസാരിച്ച അവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. ഫയർഫോഴ്സിന് വിളിച്ചു, ബിസിയാണ്. പിന്നീടാണ് ഞങ്ങളുടെ ആംബുലൻസ് ടീമിനെ ഓരോരുത്തരെ വിളിച്ചത്. കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിരുന്നു. ഇതുവരെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയ ആംബുലൻസിന്റെ അടുത്തേക്കും അവിടെയുള്ള ഞങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടപ്പോൾ അവിടെ ലൊക്കേഷൻ ഞങ്ങളുടെ സ്റ്റാഫിനെ പെർമിഷൻ എടുത്ത് നീതുവിനെ വിളിക്കാൻ പറഞ്ഞു. 4 മണിവരെ ഞങ്ങൾ നീതുവിനെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഒരു മനുഷ്യൻ വിചാരിച്ച പോലെ അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. അതായത് ഒരു സമയമായി കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെ തോന്നിപ്പോകുമല്ലേ? നീതുവിന്റെ ശേഷം വന്ന ഒരു പൊട്ടല് അത് ആരും പ്രതീക്ഷിച്ചില്ല. അതുവരെ ഞങ്ങൾ ശ്രമിച്ചിരുന്നു, ആളെത്തിയിരുന്നു. ഒരുപക്ഷെ ആ 4 മണിക്ക് മുമ്പേ ഒരു ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് നീതുവിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന 4 മണിക്കുള്ള പൊട്ടലിന് മുമ്പ് ഞങ്ങൾ അടുത്തെത്തി ഞങ്ങളുടെ പോയ റെസ്ക്യൂ ടീമും ആ കൊടുത്ത് പോവുമായിരുന്നു. അതിന് മുമ്പ് അവിടേക്ക് എത്തിയിരുന്നെങ്കിൽ. കാരണം 4 മണിക്കുള്ളതിന് ശേഷം ആരും പിന്നെ വിളിച്ചിട്ടില്ല. അതുവരെ ഞങ്ങൾ ലൈവായിട്ട് ട്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരെയും. കുറേ പേരെ ഞങ്ങൾ സ്റ്റാഫ് 4 പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുറേ പേര് 16ഓളം ആൾക്കാരുടെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറേ പേര് രക്ഷപ്പെടുത്താൻ പറ്റി, പക്ഷേ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും മണ്ണടിയിലുണ്ട്. എന്തായാലും ആ നിസ്സഹായതയാണ് ഡോക്ടർ ഷാനവാസിന്റെയും നീതുവിന്റെയും ഭർത്താവിന്റെയും ഒക്കെ വാക്കുകളിൽ നിറയുന്നത്. വളരെ വൈകാരികമായ വാക്കുകൾക്ക് അതീതമാണ് അവർ അനുഭവിക്കുന്ന വേദന. അതിൽ നിന്ന് എപ്പോൾ മുക്തരാകുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ഈ ഒരു നിസ്സഹായ അവസ്ഥ, ആ അവസ്ഥയിൽ ഇപ്പോഴും ജീവൻ മരിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിൽ ചിലർ ഈ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. അവരെ എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് അവർക്ക് വൈദ്യസഹായം ഈ ആശുപത്രിയിൽ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് പുനരധിവാസത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തു. UDF MLA-മാർ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനത്തിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവ് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത്. ക്ഷേത്ര ദർശനത്തിനായി സൂക്ഷിച്ച കുടുക്ക വയനാടിന് സംഭാവന ചെയ്ത് LKG-കാരൻ. ഇടുക്കി നെടുങ്കണ്ടം പച്ചടി SNLP സ്കൂളിലെ വിദ്യാർത്ഥിയായ ആരവ് സൽജിയാണ് കുടുക്ക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. ശ്രീകൃഷ്ണ ഭക്തനാണ് ആരവ് സൽജി. മാതാപിതാക്കൾക്കൊപ്പം നിരവധി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. 1 വർഷം മുൻപാണ് അമ്പലപ്പുഴ ക്ഷേത്രം
സന്ദർശിക്കുന്നതിനായി ആരവ് കുടുക്കയിൽ പണം സൂക്ഷിച്ചു തുടങ്ങിയത്. അമ്പലപ്പുഴ പോകാൻ അടുത്തേക്കൊന്ന് വാങ്ങി തന്ന അപ്പോൾ വൈകിട്ട് തുളങ്ങളൊക്കെ ഉണ്ടായിട്ട് മണ്ണിൽ ഉണ്ടായിട്ട് വെള്ളമൊക്കെ പോയിട്ട് ഞാൻ പാവം കൊണ്ടിയൊക്കെ ആ കുടുക്ക കൊടുക്കുക. വയനാടിന്റെ ദുരിതമറിഞ്ഞതോടെ ക്ഷേത്ര ദർശനം പിന്നീടാകാമെന്ന് തീരുമാനിച്ച് കുടുക്ക ദുരിതാശ്വാസ നിധിക്ക് കൈമാറണമെന്ന് മാതാപിതാക്കളെ അറിയിക്കുകയായിരുന്നു. അമ്മ ദീപിക്കൊപ്പം സ്കൂളിലെത്തി കുടുക്ക ഹെഡ്മാസ്റ്റർ ബിജു പുളിക്കിലേടത്തിന് കൈമാറി. അവിടെ പോയി അവിടെ നേർച്ച ഇടാൻ വേണ്ടി വെച്ചത് ഈ പൈസ ആരും നമ്മുടെ സ്കൂളിലേക്ക് തന്നിരിക്കുന്നു. എന്തിനാ? സ്കൂളിൽ നിന്നിട്ട് വയനാട്ടിൽ വലിയ ദുരന്തമുണ്ടായില്ലേ? വയനാട്ടിൽ വലിയ ദുരന്തം പത്തി വായിച്ചാണോ? വലിയ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒത്തിരി പേരെ അവിടെ കാണാൻ പോയി. ആരവ് കുടുക്കയിൽ സൂക്ഷിച്ച തുക സ്കൂൾ അധികൃതർ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന കുട്ടികൾക്കായാണ് ആരവ് തന്റെ കൊച്ചു സമ്പാദ്യം കൈമാറിയത്. ഇടുക്കി. കവളപ്പാറയുടെ ബാക്കി. കവളപ്പാറ ദുരന്തത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ പ്രദേശത്തിലെ ആദിവാസി കുടുംബങ്ങൾ ആയിരുന്നു. എന്നാൽ ഏറ്റവും അവസാനം പുനരധിവസിപ്പിക്കപ്പെട്ടത് ഇവരാണ്. അതിനു പിന്നിലെ വിവാദങ്ങൾ ഏറെയുണ്ട്. പുനരധിവസിപ്പിക്കപ്പെട്ടയിടത്തും പ്രശ്നങ്ങൾ ഏറെയുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നു. കവളപ്പാറ ദുരന്തത്തിന്റെ ഇരകളായിരുന്ന ആ നാട്ടുകാർ ഇപ്പോഴുള്ളത് ഉപ്പടയിലാണ്. അവർക്ക് 32 വീടുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഒട്ടേറെ പ്രതിസന്ധികൾ നേരിട്ടതിന് ശേഷമാണ് അവർക്ക് ഈ വീടുകൾ കിട്ടിയത്. നമ്മൾ തന്നെ പലതവണ ഇവരുടെ അവസ്ഥയും ഇവിടെ വീടുകൾ നിർമ്മിക്കാത്തതിന് ബുദ്ധിമുട്ടൊക്കെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുകയും സർക്കാർ ഇടപെടുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒരു വർഷമാവുന്നു അല്ലേ മനോട്ടാ? 1.5 വർഷമാവുന്നു. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടുത്തെ 32 വീട്ടിലിപ്പോൾ 28 വീട് മാത്രം കയറിയിട്ടുള്ളൂ. മറ്റുള്ള വീടുകളിലൊക്കെ മറ്റേ കോൺട്രാക്ടർമാർക്ക് വേറെ ആയതുകൊണ്ട് അവർ പണി പൂർത്തീകരിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കി 28 വീട് ഇവിടെ നിലവിലുണ്ട്. അതിൽ 10-12 വീടുകൾ ഒഴിഞ്ഞ കിടക്കുകയാണ്. കാരണം അവർ അവരെ എന്താ കുടുംബ വീട്ടിലാണ് താമസം. പിന്നെ മറ്റുള്ള 20 വീട് ഇവിടെ സ്ഥിര താമസക്കാരുണ്ട്. അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ റോഡ് സൗകര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സ്കൂളിൽ പോകുന്ന പിള്ളേർക്കാണ് ഏറ്റവും വലിയ വിഷയം. കാരണം ഇതിലെ തെന്നിയാണ് അവർ നടന്നു പോകാറ്. ഞങ്ങൾ രക്ഷിതാക്കൾ ഒരു ദിവസം ലീവ് എടുക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. കാരണം കുട്ടികളെ കൊണ്ടാക്കാൻ മഴ നല്ല അടുപ്പിച്ച് പെയ്താൽ കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ വണ്ടി വരുന്ന പറഞ്ഞത് കാര്യമില്ല. എന്നാലും സ്കൂൾ സമയത്ത് ഞങ്ങൾക്ക് ഓരോരോ രക്ഷിതാക്കൾ കൊണ്ടുവിടുക ചെയ്യാം ഓരോ കുട്ടികളെ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ഈ കഴിഞ്ഞ വേനയ്ക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഞങ്ങൾ നല്ലോണം അറിഞ്ഞിട്ടുണ്ട്. കാരണം കുറെ വീടുകളിൽ ഞങ്ങൾ ഈ പുഴയിൽ പോയി ചെറിയ കിണർ കുത്തി ഞങ്ങൾ വെള്ളം കുടിച്ച സാഹചര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള ഇപ്രാവശ്യം ഇനി ഈ മഴക്കാലം കഴിഞ്ഞാൽ അടുത്ത വേനയായി വരുമ്പോൾ ഞങ്ങൾക്ക് ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും. ടാങ്ക് ഒക്കെ ഉണ്ടല്ലോ, ടാങ്ക് വെള്ളം അടിച്ചു കയറുന്നുണ്ടെങ്കിൽ കിണറ്റിൽ വെള്ളം വേണ്ടേ? ഒറ്റ 1.5 റിങ് വെള്ളം ഏറ്റവും അടിയത്തെ 1.5 റിങ് വെള്ളം മാത്രമേ ഉള്ളൂ. ഈ ഒരു 5 വീടിന് ശരിക്കും ഉപയോഗിക്കാൻ മാത്രമുള്ള വെള്ളം ഇതിലില്ല. ഇപ്പൊ മഴക്കാലാകുമ്പോ കുഴപ്പമില്ല. മഴക്കാലാകുമ്പോ നല്ല ഉറവ് ഇതായിട്ടുണ്ട്. പൈപ്പിലൊക്കെ വെള്ളം പൈപ്പിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ പ്രധാനമന്ത്രിന്റെ ഒരു ഇത് കിട്ടിയില്ല. അതൊക്കെ കണക്ഷനൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നിട്ടുണ്ട്. അവര് 1 വർഷം 2 വർഷം എടുക്കുന്ന അവരിപ്പോ പറഞ്ഞത് ഞങ്ങളോട്. എന്നാലും അത് കിട്ടിയെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. സർക്കാരിന്റെ നിന്നുള്ള സഹായമൊക്കെ കിട്ടിയോ? സർക്കാരിന്റെ സഹായങ്ങൾ ഞങ്ങൾക്ക് ITDP ഞങ്ങൾ മുഖേന കുറെ ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ് ഓഫീസിൽ പോയി ഞങ്ങളെല്ലാം പോയി പറഞ്ഞ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ എല്ലാ ഞങ്ങൾ ഒരു 6 വീട് ഞങ്ങൾ ക്യാമ്പിൽ താമസിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങളിവിടെ ഈ ടാങ്ക് കിട്ടാത്തതിന്റെ എല്ലാ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചിട്ട് ഞങ്ങൾ ഇതിൽ വരുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഒരു 6 വീട് ഞങ്ങളവിടെ 6 വീട്ടുകാർ ഞങ്ങൾ താമസിക്കുന്നു അവിടെ ക്യാമ്പിൽ. അങ്ങനെ താമസിച്ച സമയത്ത് അവർ എല്ലാം ഞങ്ങൾ റെഡിയാക്കി തരുന്ന പറഞ്ഞു. ഇവിടെ ആദ്യം താമസിച്ച കുടുംബക്കാർക്ക് എല്ലാ ടാങ്ക് എല്ലാം എത്തിച്ചു കൊടുത്തു. പക്ഷേ ഈ 6 വീട്ടുകാരെ ഞങ്ങൾക്ക് ഇതുവരെ ടാങ്ക് വരെ എത്തിച്ചേർത്തുന്നില്ല. കാരണം ഞങ്ങൾ ITDP മുഖേന ബന്ധപ്പെട്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്ത് ഞങ്ങളെ ഒരു പ്രൊമോട്ടർ ഉണ്ടായിരുന്നു. ആ പ്രൊമോട്ടറായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്താ പറയുക അവർക്ക് ഞങ്ങൾ ചെയ്തു തരുന്ന മാത്രമേ അവർ പറയുള്ളൂ. പക്ഷെ മറ്റുള്ള പൈപ്പ് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ അവര് വെള്ളം സൂക്ഷിക്കാനുള്ള ഞങ്ങൾ എന്നിട്ടും ഓരോരോ ബക്കറ്റിൽ പിന്നെ ഈ മറ്റേ അലുമിനിയം പാത്രത്തിലൊക്കെ ഞങ്ങൾ വെള്ളം പിടിച്ചേക്കാറ്. ഇപ്പൊ നമ്മൾ ഈ കവളപ്പാറ വിട്ടിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എല്ലാവരും പല ഭാഗത്തായി പോയല്ലോ. ഇവിടെ എങ്ങനെ ഉപജീവനമൊക്കെ എങ്ങനെയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ? ഉപജീവനം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്കിപ്പം അവിടെ കവളപ്പാറ എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് അത്
ഞങ്ങൾക്ക് ഓരോ കുടുംബത്തിനും ഞങ്ങൾക്ക് 3 ഏക്കർ 1.5 ഏക്കർ 2 ഏക്കർ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൽ വാഴയായിട്ടും മറ്റേ കപ്പയായിട്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ ആ സമയത്ത് പറമ്പിൽ ഞങ്ങൾക്ക് റബ്ബർ ഓരോരുത്തർക്ക് 7-8 ഷീറ്റ് കിട്ടുന്ന മറ്റേ റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നഷ്ടമായി. പിന്നെ ആ വരുമാനം നിന്നു ഇവിടെ എത്തിയപ്പോൾ അത്രയും ഇതുള്ളൂ. കാരണം എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഒരു ശരിക്കും ഒന്നും പണി ഞങ്ങൾക്ക് ഇതുമായിട്ടും സെറ്റിലായിട്ടില്ല. ഈ നാട്ടുകാരൊക്കെ ആയിട്ടൊന്നും പരിചയപ്പെട്ടിട്ടില്ല. പരിചയപ്പെട്ട് വരാൻ തുടങ്ങിയിട്ടല്ലോ. ഒരു വർഷം 1.5 വർഷം ആകുന്നല്ലേ ഉള്ളൂ. എന്നാലും തലയ്ക്കുമുള്ളൊരു കോൺക്രീറ്റ് മേൽക്കൂരുള്ളൊരു ആശ്വാസം. അതെ. ഏറ്റവും വലിയൊരു ആശ്വാസം പറഞ്ഞാൽ ഒരു ഇടിച്ചിനെ പേടിക്കണ്ട, വെള്ളപ്പൊക്കത്തിനെ പേടിക്കണ്ട, അങ്ങനെ ഒരു സുരക്ഷിതത്വം ഞങ്ങൾക്ക്. ഇതിലിപ്പോൾ 5 വർഷം ആകുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലുള്ളത് 11 പേർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു അന്നത്തെ ബാക്കി വന്നത്. ഇപ്പോഴും അവരെ കിട്ടാനില്ലല്ലോ. ചേട്ടനെ വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ? എന്റെ പേട രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട്. പിന്നെ മറ്റ് അമ്മാവന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അവരെ ബോഡി ഇപ്പോഴും കിട്ടാനാണത്. പിന്നെ ഒക്കെ മറ്റേ ഈ വിവാദത്തിൽപ്പെട്ട ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. തെരച്ചിൽ നിർത്തുമ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നില്ല? ഞങ്ങൾ ചോദിച്ചു. കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ അറിയാനായി. പിന്നെ 15 ദിവസം കഴിഞ്ഞ് ആ ബോഡി കിട്ടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ മനസ്സ് ഇതായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ആ ബോഡി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞു. അവിടെ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിച്ച അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണാനല്ല, ഓരോ വർഷം കൂടുമ്പോഴും പോയി കാണുന്ന എന്താ ചെയ്തു വരുന്നുണ്ട് പോയിട്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആനശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതികളാണ്, എല്ലാവർക്കും അറിയാം. ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യം. അതെ, ഏറ്റവും വലിയ ഭാഗ്യമാണ്. കുറച്ച് കുടുംബം പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സ് തളർത്താനുള്ള ഇതില്ല. എന്നാലും നമ്മൾ ജീവിച്ചു പോകും എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. കാരണം ആ ഒരു ഇടിച്ചില്ല നമ്മളെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന്റെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ജീവിക്കുന്നു. പക്ഷെ അവരെ 11 പേരെ കിട്ടിയിരുന്നെങ്കിൽ അല്ലേ അവസാനമായിട്ടൊന്ന്, അത് മാത്രമാണ് ഒരു വിഷമം അല്ലേ? അത് വിഷമം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞില്ല. കാരണം നമ്മളത് മനസ്സിന്ന് ഒഴിവാക്കാൻ അല്ല പറയണ്ട. എനിക്ക് നിങ്ങളെ വിഷമം പറയാം. ഞങ്ങളൊപ്പം ഇന്നതും കണ്ടതാണ്. നമ്മൾ ഈ കൂടുതലൊന്നും ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ചോദിച്ചു പോലും ഇവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ഓർമ്മകളൊക്കെ അവരുടെ മനസ്സിനുള്ളിൽ തന്നെ ഇരിക്കട്ടെ. കാരണം അത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മുറിവാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അഖിലൂട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ദേശീയപാത വികസനത്തിനായി കുന്നിടിച്ച് കാസർഗോഡ് ചെറുവത്തൂരിൽ നാട്ടുകാരിപ്പോൾ ഭീതിയിലാണ്. ഒരു വലിയ മണ്ണിടിച്ചിൽ ഏതു നേരവും പ്രതീക്ഷിച്ച് കഴിയുകയാണ് ചെറുവത്തൂർ മൈച്ച നിവാസികൾ. ചെറുവത്തൂർ വീരമലക്കുന്നിന്റെ അടിവാരം ഏതു നേരത്തും ഇടിഞ്ഞു വീഴാവുന്ന നിലയിലാണ്. മഴ ശക്തമാകുമ്പോൾ ഭീതിയോടെയാണ് പ്രദേശത്തെ കുടുംബങ്ങൾ കഴിയുന്നത്. കഴിഞ്ഞ മഴക്കാലത്ത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ നേരിട്ട് കണ്ടവരാണ് ഇവിടെയുള്ളവർ. അനുവദനീയമായതിലും എത്രയോ മടങ്ങധികമാണ് വീരമലക്കുന്നിൽ നിന്നും മണ്ണിടിച്ചു കടത്തിയത്. നിശ്ചയിച്ച അലൈൻമെന്റ് പ്രകാരമല്ല ഈ മണ്ണ് എടുത്തിട്ടുള്ളത്. നിലവിൽ അത് പറഞ്ഞാൽ 45 മീറ്റർ അധികം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 70 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ മണ്ണ് എടുത്തിട്ടുള്ളത്. അതെല്ലാം പറഞ്ഞാൽ സർക്കാരിലേക്ക് അവർ 3 കോടിയോ 4 കോടി റുപ്യ പിഴ ഈടാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിഴ ഈടാക്കിയതിനെ കൊണ്ട് നമ്മളെ സുരക്ഷിതത്വം നൽകുന്നില്ല. ഒരു മേഖലയിൽ ഉണ്ടായ പോലെ ഒരു കുന്നിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മൈച്ച പ്രദേശത്തിലെ ഒരു 10-25 കുടുംബങ്ങൾ ഈ മണ്ണിനടിയിൽ ആപ്പെടും. ചെറുതും വലുതുമായ ദുരിതങ്ങൾ അനുദിനം അനുഭവിക്കുന്നവരാണ് ചെറുവത്തൂർ ദേശീയപാതയോരത്തെ കുടുംബങ്ങൾ. ഇനിയും ഇവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ ഗതാഗതം തടസ്സപ്പെടുക മാത്രമല്ല, താഴ്ഭാഗത്തെ കുടുംബങ്ങളെയും ബാധിക്കും. 3 മീറ്റർ മാത്രം ഉയരമുള്ള കോൺക്രീറ്റ് മതിലുകൾ കൊണ്ട് മണ്ണിടിച്ചിൽ ഉണ്ടായാൽ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇതിപ്പം നാട്ടുകാരുടെ ശക്തമായ ആവശ്യം എന്ന് വെച്ചാൽ 15 മീറ്റർ പാർശ്വഭിത്തി നിർമ്മിക്കണം. പിന്നെ അതുപോലെ തന്നെ സോയിൽ നെയിലിംഗ് ഒഴിവാക്കിയിട്ട് ശക്തമായ തൂണ് സ്ഥാപിച്ചിട്ട് അതിന് ഇരുമ്പിന്റെ വീതിയേറിയ ഇരുമ്പിന്റെ ബെൽറ്റ് കൊടുത്തിട്ട് സംരക്ഷിക്കണം എന്നാണ് നാട്ടുകാരുടെ തീരുമാനം. മണ്ണിടിച്ചിൽ തടയാൻ ഒരുക്കിയ സോയിൽ നെയിലിംഗ് ജില്ലയിൽ പലയിടത്തും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ കൂറ്റൻ മതിലുകൾ നിർമ്മിക്കുകയല്ലാതെ മറ്റു വഴികളില്ല. ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കലക്ടർക്ക് നാട്ടുകാർ നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ചെറുവത്തൂർ. കാസർഗോഡ് ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ കുണ്ടടുക്കത്ത് റോഡിൽ വൻ വിള്ളൽ.
ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കിയതിനെ തുടർന്നാണ് വിള്ളലുണ്ടായത്. അപകട സാധ്യതയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു. അശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് നിർമ്മാണത്തെ തുടർന്ന് ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റി രംഗത്തെത്തി. ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ കുണ്ടെടുക്കത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് വിള്ളലുണ്ടായത്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ മണ്ണ് നീക്കിയതാണ് ഇതിന് കാരണം. വിള്ളലുണ്ടായതിനെ തുടർന്ന് താഴെയുള്ള വീട്ടുകാരെ ഒഴിപ്പിക്കുകയും ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. റോഡിൽ വൻ വിള്ളലുണ്ടായത് പ്രദേശത്ത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും വ്യാപകമാണ്. NH റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചെർക്കള മുതൽ ബേവിഞ്ച വരെ സങ്കീർണമായ അവസ്ഥയാണുള്ളത്. പുതിയ റോഡിന്റെ അലൈൻമെന്റ് മാറിയത് കാരണം കുന്നിടിച്ചും നിലവിലെ റോഡിനെ താഴ്ത്തിയുമാണ് പുതിയ റോഡ് കടന്നുപോകുന്നത്. 100-ൽ പരം വീടുകളുള്ള നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന കുണ്ടടുക്കം, പുലികുണ്ട്, കോയങ്ങാനം മൂല, സ്റ്റാർ നഗർ പ്രദേശങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ വലിയ ഇവർ കട്ടിങ് കയറ്റം കുറക്കുന്നതിന് ഭാഗമായിട്ട് കട്ടിങ് എടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു സംരക്ഷണമായിട്ട് കോൺക്രീറ്റ് ഒന്നും അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. ഇവിടെ ഇത് അങ്ങനെ ഇടിഞ്ഞു പോയാൽ താഴെയുള്ള എല്ലാ വീടുകളും ഏകദേശം 16-17 വാർഡുകൾ ഉൾപ്പെടുന്ന ഈ 2 താഴെയുള്ള മുഴുവൻ വീടുകളും ചന്ദ്രീപയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രദേശവാസികളുടെ ആശങ്ക അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ മറ്റു പ്രവൃത്തികൾ നടത്താൻ അനുവദിക്കുകയുള്ളൂവെന്നും ആക്ഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രദേശവാസികളുടെ ദുരിതം മനസ്സിലാക്കി അധികൃതർ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കർണാടകയിലെ കാർവാറിൽ ദേശീയപാത 66-ൽ കാളി നദിക്ക് കുറുകെയുള്ള പാലം തകർന്നു വീണു. അപകടത്തിൽ നദിയിലേക്ക് പതിച്ച ലോറി ഒഴുകിപ്പോയി. ലോറി ഡ്രൈവറെ രക്ഷപ്പെടുത്തി. 41 വർഷം പഴക്കമുള്ള പാലമാണ് തകർന്നത്. 2017-ൽ പുതുക്കിയ പാലം നിർമ്മിച്ചിരുന്നുവെങ്കിലും 2 പാലത്തിലൂടെയും ഗതാഗതം അനുവദിച്ചിരുന്നു. സംസ്ഥാനത്ത് ഹൈസ്കൂൾ പരീക്ഷകളിൽ മാർക്ക് ദാനം അവസാനിപ്പിക്കുന്നു. മാർക്ക് വാരിക്കോരി നൽകി ഓൾ പാസ് നൽകുന്നതിന് പകരം സബ്ജക്ട് മിനിമം ഏർപ്പെടുത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 8ാം ക്ലാസ്സിൽ ഈ വർഷവും 9-ൽ അടുത്ത വർഷവും SSLCക്ക് 2026-27 അധ്യയന വർഷവും സബ്ജക്ട് മിനിമം കൊണ്ടുവരും. ഖാദർ കമ്മിറ്റി ശുപാർശകൾ അതേപടി നടപ്പാക്കാനാകില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 8ാം ക്ലാസ് വരെ ഒരു വിദ്യാർത്ഥിയെയും പരാജയപ്പെടുത്താൻ പാടില്ല. ഇതനുസരിച്ചായിരുന്നു സംസ്ഥാനത്തും 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ് കയറ്റത്തിന് ഓൾ പാസ് സമ്പ്രദായം കൊണ്ടുവന്നത്. എന്നാൽ വിദ്യാഭ്യാസ നിലവാരത്തെ ഇത് തകർക്കുന്നുവെന്ന വിമർശനമാണ് പിന്നീടുണ്ടായത്. വിദ്യാഭ്യാസ വകുപ്പും അത് ശരിവയ്ക്കുന്നു. SSLC പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് നിർബന്ധമാക്കാനായി ചേർന്ന വിദ്യാഭ്യാസ കോൺക്ലേവിൽ ഇക്കാര്യവും ചർച്ചയായിരുന്നു. തുടർന്നാണ് 8-9 ക്ലാസുകളിൽ കൂടി വിജയത്തിന് നിശ്ചിത ശതമാനം മാർക്ക് ഏർപ്പെടുത്താനും നിലവിലുള്ള ഓൾ പാസ് സമ്പ്രദായത്തിൽ മാറ്റം വരുത്താനും കോൺക്ലേവ് ശുപാർശ ചെയ്തത്. ഇത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചു. മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിയും തേടി. വിദ്യാഭ്യാസ വകുപ്പിന്റെ ശുപാർശ അംഗീകരിച്ചാണ് ഓൾ പാസ് സമ്പ്രദായം ഒഴിവാക്കുന്നത്. ഈ അധ്യയന വർഷം മുതൽ 8-ൽ നിന്ന് 9ാം ക്ലാസ്സിലെത്താൻ വാർഷിക പരീക്ഷ പാസ്സാകണം. അടുത്ത വർഷം 9ാം ക്ലാസ്സിലും ഇത് നടപ്പാക്കും. 2026-27 മുതൽ SSLCക്കും വിജയശതമാനം 2026-27 മുതൽ SSLC പരീക്ഷയ്ക്കും വിജയിക്കാൻ 30% മാർക്ക് വേണമെന്ന നിബന്ധന നിലവിൽ വരും. ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയരുമെന്നാണ് പ്രതീക്ഷ. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ പൂർണ്ണമായി നടപ്പാക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് 2 ഭാഗമായിട്ടാണ് തയ്യാറാക്കി ആ കമ്മിറ്റി ഏൽപ്പിച്ചിട്ടുള്ളത്. 1ാം ഭാഗം കഴിഞ്ഞ വർഷം തന്നെ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പറയുന്ന ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നടപ്പിലാക്കി. ഒരു റിപ്പോർട്ടാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. വലിയ റിപ്പോർട്ടാണ് രണ്ട് റിപ്പോർട്ടിൽ. ആ പുസ്തകത്തിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഒറ്റയടിക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. പിന്നെ അക്കാഡമിക് ടൈം രാവിലെ മുതൽ ഉച്ച വരെ എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ട്. അതിൽ മാറ്റം വരുത്താമോ? 2 പിന്നെ അധ്യാപക നിയമനം എയ്ഡഡ് മാനേജ്മെൻറ്റില്ല PSCക്ക് വിടുമോ?
ഇത് രണ്ടിലും ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ മന്ത്രിസഭയിൽ കൊണ്ടുപോയി ക്യാബിനറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അത് കേരളത്തിന്റെ സാഹചര്യം അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. എയ്ഡഡ് അധ്യാപക നിയമനം PSCക്ക് വിടുന്ന ഉൾപ്പെടെയുള്ള ശുപാർശകളിലാണ് സർക്കാർ പിന്നോട്ടു പോകുന്നത്. NSS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ശക്തമായ എതിർപ്പാണ് കാരണം. സ്കൂൾ പഠന സമയം മാറ്റുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. MSM കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികളുടെ പരാതിയിൽ നടപടിയെടുക്കാത്ത കായംകുളം പോലീസിനെതിരെ ഗുരുതര ആരോപണം. പരാതിയുമായി എത്തിയ കുട്ടികളെ അധിക്ഷേപിക്കുന്ന മട്ടിൽ സംസാരിച്ച ഉദ്യോഗസ്ഥൻ പ്രതികളെ ന്യായീകരിച്ചെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു. ഒരാഴ്ചയായി പ്രതികൾ സ്വൈരവിഹാരം നടത്തുന്നതിനിടെ സുരക്ഷിതത്വം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനികളും അധ്യാപകരും കേരള സർവകലാശാലയിലേക്ക് പരാതി നൽകി. പോലീസ് നിരീക്ഷണത്തെ പോലും വെല്ലുവിളിച്ച് ഹോസ്റ്റലിൽ തുടർച്ചയായി എത്തിയ സാമൂഹ്യവിരുദ്ധനെ രാത്രിയിൽ കണ്ട ഭയന്ന് സുരക്ഷിതത്വം ആവശ്യപ്പെട്ട വിദ്യാർത്ഥിനിക്ക് കായംകുളം പോലീസ് നൽകിയ മറുപടിയാണിത്. യാദൃശ്ചികമായിട്ട് കണ്ടതല്ലേ, നിങ്ങളത് വിട്ടേക്കണം. പിന്നെ ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ അവർ വന്നിട്ട് പൊക്കോളൂ എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒളിഞ്ഞോട്ടക്കാരാണെങ്കിൽ വന്നിട്ട് അവർക്കൊരു ഇതും ഇല്ല, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. ശുചിമുറിയിലടക്കം അപരിചിത സാന്നിധ്യം കണ്ട് ഒന്നുറങ്ങാൻ പോലും ആകാതെ ഭയന്നിരിക്കുന്ന വിദ്യാർത്ഥിനികളോടാണ് ഒട്ടും പരിഗണനയില്ലാത്ത മറുപടിയെന്ന് വേണം ഓർക്കാൻ. സ്ത്രീ സുരക്ഷയ്ക്ക് പരമപ്രാധാന്യം കൊടുക്കുന്ന സംസ്ഥാനത്താണ് 80ഓളം വിദ്യാർത്ഥിനികളെയും രക്ഷകർത്താക്കളെയും ആശങ്കയിലാക്കി രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധന്മാർ അഴിഞ്ഞാടുന്നത്. മുന്നേ കണ്ട CCTV ദൃശ്യങ്ങളടക്കം കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന് വിവരം കൈമാറിയിട്ട് ആഴ്ച ഒന്ന് പിന്നിടുന്നു. ഒളിഞ്ഞു നോക്കാൻ വന്നവനാണെങ്കിൽ വിട്ടുകളയെന്ന് കുട്ടികളോട് പറഞ്ഞ അതേ ലാഘവത്തോടെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ഭയന്ന് വിറച്ച് കോളേജിൽ ബോധക്ഷയമുണ്ടായി വീണ വിദ്യാർത്ഥിനികളുടെ എണ്ണം 3. ഉറക്കം പോലുമില്ലാതെ പെൺകുട്ടികളുടെ മനോനില മോശമായിരിക്കുന്നുവെന്ന് അധ്യാപകർ തന്നെ സ്ഥിരീകരിക്കുന്നു. സർവകലാശാല പരീക്ഷാകാലത്തു കൂടിയാണ് ഈ അവസ്ഥയെന്നത് ദയനീയമാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റി എക്സാമിനേഷനും കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് വലിയ പ്രയാസമുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് എന്നുള്ള നിലയിലും ഞങ്ങൾക്ക് വലിയ വിഷമമാണുള്ളത്. അധ്യാപകർക്ക് എല്ലാവർക്കും തന്നെ വലിയ വിഷമം തന്നെയാണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നലെ പോലീസിൽ DYSP ചെന്നിട്ടുണ്ട്, ഓഫീസിൽ ചെന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഒരു റിക്വയർമെന്റ് അത്യാവശ്യം പറഞ്ഞിരിക്കുന്നതും കുട്ടികളുടെ ആവശ്യമായിട്ട് മുൻനിർത്തി പറഞ്ഞിരിക്കുന്നതും ആദ്യം തന്നെ ആളെ കണ്ടുപിടിക്കുക എന്നുള്ള ഏറ്റവും പെട്ടെന്ന് തന്നെ മെഷേഴ്സ് എടുക്കണമെന്ന് തന്നെ നമ്മളത് ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കടുത്ത പ്രതിഷേധമാണ് സംഭവത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. അനധികൃതമായാണ് ഹോസ്റ്റൽ പ്രവർത്തിക്കുന്നുവെന്നത് നഗരസഭയും സ്ഥിരീകരിക്കുന്നു. പക്ഷേ നടപടികൾ മാത്രം ഉണ്ടാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഞങ്ങൾ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ വരുന്നത് ഞങ്ങൾ എല്ലാവരും കാണുന്നു, എന്നിട്ടും അത് ഞങ്ങളെ തോന്നലാണെന്ന് പറഞ്ഞ് ഇവർ തള്ളിക്കളയുന്നത്. ഞങ്ങളുടെ ഉറക്കം പോയിട്ട് 5 ദിവസത്തിൽ കൂടുതലായി. ഞങ്ങൾ ആരും ഉറങ്ങുന്നില്ല, മര്യാദയ്ക്ക് ആഹാരം കഴിക്കാൻ കൂടി ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒടുവിൽ നീതി തേടി വിദ്യാർത്ഥികളും അധ്യാപകരും കേരള സർവകലാശാലയെ സമീപിച്ചിരിക്കുകയാണ്. ഇന്നലെ MSM കോളേജിലെ അധ്യാപകർ തന്നെ നേരിട്ടെത്തി സർവകലാശാലയ്ക്ക് പരാതി കൈമാറി. ഡിഗ്രി പഠനം പൂർത്തിയാക്കാത്ത പൂർവ്വ വിദ്യാർത്ഥിക്ക് രാഷ്ട്രീയ ഇടപെടലിന് വഴങ്ങി PG പഠനത്തിന് അനുമതി നൽകി വിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസം തകർത്ത അതേ കോളേജ് അധികൃതരും മാനേജ്മെന്റുമാണ് വീണ്ടും ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് വരുമ്പോൾ വ്യാപക പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ച പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. സമാധാന നൊബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് പ്രധാനമന്ത്രിയാകും. അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തന്നെ തുടരും. ഹസീനയ്ക്കെതിരെ വന്നേക്കാവുന്ന കേസുകളിൽ നിന്നും നിയമപരിരക്ഷ നൽകാനാവില്ലെന്ന് ബ്രിട്ടൻ വ്യക്തമാക്കി. സ്വർണം വെള്ളി നിരക്കുകൾ കൂടി. കവിത ഗോൾഡ്